സഹോദരങ്ങളെ, സിനഡ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വരുന്നത് എറണാകുളത്താണ്. ഞാനിങ്ങനെ അത്താഴം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ബസിലിക്ക പള്ളിയിൽ പോകണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കബറിടത്തിലെ കുമ്പിട്ട് വണങ്ങി തൃശ്ശൂർ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ബോസ്കോ പിതാവ് എന്നോട് പറഞ്ഞ നമ്മൾ അത്താഴങ്ങൾ കഴിച്ച് പോകാവുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോർഡിയാലിറ്റി ആൻഡ് ജെന്റിൽനെസ് ആൻഡ് ജനറോസിറ്റി. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കുണ്ടുകുളം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് കുണ്ടുകുളം പിതാവിനെ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം അറിയണമെങ്കിൽ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് എറണാകുളം അരമനയിലാണ്. പാലക്കാട് പിതാവിൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ കാട്ടുമന പിതാവിൻ്റെ അടുത്ത് വരും. തൃശ്ശൂർ കുമരയിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഡൗട്ട്ഫുൾ ആകുന്ന സമയത്ത് പിതാവ് തന്നെ പറയും, താനൊന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കുക, അവരെന്താ ചെയ്യണമെന്ന് പറയും. അവർ പറയുന്നത് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം ഞങ്ങൾ പലപ്പോഴും എറണാകുളം അതിരൂപതയെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് അമ്മ വീട് പോലെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവർണ സഭയുടെ ഒരു അമ്മ വീടാണ് എറണാകുളം. ഇന്നാണ് സുവർണ സഭയ്ക്ക് എല്ലാ നിറവുണ്ട്. പക്ഷെ കർത്താവ് യുവാവിനോട് പറഞ്ഞതുപോലെ നിനക്കൊരു കുറവുണ്ട്. സുവർണ സഭയുടെ കുറവ് ഞങ്ങളുടെ കൂട്ടത്തിൽ എറണാകുളം രൂപത ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഈ സെന്ററിലേക്ക് വന്നത് റിട്ടേൺ ടിക്കറ്റോട് കൂടിയിട്ടാണ്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ സിനഡില് എന്നെ പെടുത്തി കിടന്നതാണ്. ഒരുപക്ഷെ ഞാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കാൻ ഒരാൾ വേണമെന്ന് സിനഡ് തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അച്ഛനോട് പറയുക, ബോസ്കോ പിതാവിനോട് പറയായിരുന്നു, വെരി മച്ച് വോണ്ടഡ്, ബിറ്റർ ഫീലിങ്സ്. എനിക്കതറിയാം. നിങ്ങളൊക്കെ എന്തോ സന്തോഷമുള്ള അച്ഛന്മാരാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ ഒരുപാട് മുറിവുകളുമായിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടൊന്നുമല്ല. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് ഒന്നും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റാസികൾ അവസാന കാലത്ത് എനിക്ക് ഏറ്റവും നല്ല പുസ്തകമാണ് മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. ഈശോയുടെ ബയോഗ്രഫി എഴുതാൻ അദ്ദേഹം തയ്യാറായപ്പോൾ അദ്ദേഹത്തിന് ഈശോയെ കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിലൊരു കാഴ്ചപ്പാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. ഈശോയെ പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ചത് എങ്ങനെയാണെന്ന് റാറ്റ്സിംഗർ തന്റെ പുസ്തകത്തിൽ പറയുന്നത് ചെവിയിലൂടെയാണ്. Every listening is a prayer. And Mary listened the angel and she bore Jesus. Every listening is a prayer. അച്ഛന്മാരെ, ഞാൻ ബോസ്കോ പിതാവിനോട് പറഞ്ഞു, പ്രതിസന്ധികൾ പരിഹരിക്കണമെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ അടിച്ചേൽപ്പിക്കല്ല വേണ്ടത്. ആ സൊല്യൂഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയണം, അവർക്ക് പറയാനുള്ളത് നമ്മൾ ശാന്തമായിട്ട് കേൾക്കണം.
അതുകൊണ്ട് പിതാവ് ഒരുപാട് കേൾക്കാൻ സന്നദ്ധതയുള്ള തുറന്ന ചെവിയുമായിട്ടാണ് ഇവിടെ സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരെയും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളും തിരിച്ചു കേൾക്കണം. ഒരു പക്ഷം മാത്രം കേട്ടാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. കേൾവി എന്ന് പറയാം, അതുകൊണ്ട് രണ്ട് ചെവിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് കേൾക്കണമെങ്കിൽ രണ്ട് ചെവിയും തുറക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടെ കേൾക്കാനും കേൾവിയിലൂടെ നമുക്ക് ഗർഭം ധരിക്കാനും കഴിയട്ടെ. മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ മറിയം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എങ്ങനെയാണ് സാധിക്കുക? ഞാൻ പുരുഷനെ അറിയില്ല. മലാഖിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, നീ എനിക്ക് ഭയപ്പെടേണ്ട, ദൈവത്തിനൊന്നും സത്യം. അതായത് മനുഷ്യന്റെ ചക്രവാളങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ നോക്കിയാലാണ് സൂര്യോദയം കാണാൻ പറ്റുന്നത്. മനുഷ്യന് ചില ചക്രവാളങ്ങൾ, ആ ചക്രവാളങ്ങൾക്കപ്പുറത്താണ് സൂര്യോദയം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ ഇനിയും കാണാൻ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞങ്ങളെ കേട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിലെത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കണം. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ തർക്കിച്ചിട്ടാണ് പോയത്. അപരിചിതൻ കൂടെ സഹയാത്രികനായിട്ട് കൂടി. അവൻ തുടർന്ന് നടക്കാൻ കുറവാണ്. പക്ഷേ എറണാകുളത്ത് ഏകദേശം 24ഓളം ഈ കൊല്ലം കിട്ടി. തൃശ്ശൂരെ ഞങ്ങൾക്ക് 14 പോലും കിട്ടിയില്ല. തൃശ്ശൂർ മാത്രമല്ല, എല്ലാ രൂപതകളിലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഈ പ്രതിസന്ധികളുടെ നടുവില് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ധാരാളം കുഞ്ഞുങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇതുപോലെ ഒരു രൂപത കൂടിയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ അമ്മയാണ്. ഞാൻ ഈ കാനായിലെ കല്യാണ വിരുന്നിലെ അമ്മ കണ്ട ഒരു കാഴ്ചയുണ്ട്. വീഞ്ഞ് തീർന്നു പോയപ്പോൾ അമ്മയാണ് പറഞ്ഞത്, മകനെ അവർക്ക് വീഞ്ഞില്ല. She was the first who brought the pathetic condition to the attention of Jesus. ഞാൻ ഈ സ്റ്റേക്കായാലും പരിശുദ്ധാമ്മയുടെ മുമ്പിൽ ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞ, അമ്മ ഈ ഒഴിഞ്ഞ കൺഭരണികൾ കണ്ടിട്ട് അമ്മ എന്താ ഉണ്ടാക്കിയത്? ഒരുപക്ഷെ കൽപ്പരണികളിൽ കോരി നിറച്ചത് വെള്ളമാണെന്നാണ് ഞാനൊക്കെ ആദ്യം പ്രസംഗിച്ചിരുന്നത്. പക്ഷെ when we started to go deep into the Bible, the jars were filled not with water but with tears. എറണാകുളം അതിരൂപത കൽഭരണികൾ കണ്ണുനീരാൽ നിറയ്ക്കപ്പെട്ട ഒരു രൂപതയാണ്. അത് പരിശുദ്ധ അമ്മ മധുരമുള്ള വീഞ്ഞാക്കി മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛന്മാരെ നിർത്തുന്നു, പ്രാർത്ഥിക്കണം. പിതാവ് സഭയുടെ പിതാവും തലവനൊക്കെ ആയിരുന്ന ആളുകൾ പറയുമ്പോൾ എനിക്ക് എന്തൊരു അസ്വസ്ഥതയാണ്. നിങ്ങളുടെ പഴയ തട്ടിലച്ഛൻ തുടരുകയാണ്. ഞാനൊരു മാറ്റി വയ്ക്കുന്നു. ഇവിടെയുള്ള ഒരു കാരണം ഞാൻ സെമിനാരി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും സോണി പോയിട്ടുള്ള നിങ്ങളുടെ കൊച്ചന്മാരിലെ കുറേ മിടുക്കന്മാര് എൻ്റെ കയ്യൊപ്പുള്ള കൊച്ചന്മാരാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി മറ്റാരേക്കാൾ കൂടുതലാണ്. നിങ്ങളുടെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ രൂപതകളെക്കാളും ബെറ്ററും ബെസ്റ്റുമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാം. And I told you my methodology of resolving any issue only through listening. Listening only will make you to bear. ഗർഭം ധരിക്കാൻ കേൾക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേട്ടോളാം. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറയണം.
നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ വന്ന് കണ്ടോളം ബോസ്കോ പിതാവുള്ളത് കൊണ്ടും വാസിൽ പിതാവുള്ളത് കൊണ്ടും എൻ്റെ പരിമിതികളുടെ നടുവിൽ എനിക്കധികം ഇൻ്റർവെൻഷന് സാധ്യതയില്ല. എങ്കിൽ പോലും സഭയുടെ ഹെഡ് കാപ്പിറ്റൽ ഫാദർ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മുഴുവൻ ഞാൻ ചെയ്യും. ഞാനും നിങ്ങളുടെ കൂടെ ചിലപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ മൈൽ, അത് വളരെ അർത്ഥമുള്ള ഒരു വാക്കാണ്, എക്സ്ട്രാ മൈൽ. എന്നോട് ഒരു മൈൽ നടക്കാൻ പറഞ്ഞ കൂട്ടത്തിലെ നീ ഒരു മൈൽ കൂടെ ഒരുപക്ഷെ അത് നമുക്ക് ആ ഒരു മൈല് നടക്കാനുള്ള വിളിയാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ കരുതുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.